ഞാൻ ചോദിക്കുന്നത് +2 ശേഷം ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പുറത്തേക്ക് വിദേശത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത്. സോ ഇലക്ഷന് ശേഷം UDF സർക്കാർ നിലവിൽ വരുമ്പോൾ ഇക്കാര്യം പരിഹരിക്കാൻ വേണ്ടി എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ചോദിക്കല് ജനാധിപത്യത്തില് ജനങ്ങളുടെ അവകാശമാണ്. ഉത്തരം പറയല് നേതാക്കന്മാരുടെ ഡ്യൂട്ടിയാണ്. ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ഉത്തരം പറയാൻ മടിക്കുന്നതും വലിയ ഡിസ്ക്വാളിഫിക്കേഷനാണ്. അത് ജനാധിപത്യത്തിന് ചേരാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ അധികം സ്വാഗതാർഹമായ ഒന്നാണ്. കാരണം ഈ ചോദ്യം ഈ കുട്ടി എന്നോട് ചോദിക്കുന്നതല്ല. ഈ ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നതാണ്. മുഴുവൻ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പഠിക്കുന്നവരും ഒക്കെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വേൾഡ് വൈഡ് കിട്ടുന്ന അവസരം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് എല്ലാവർക്കും പുറത്തേക്ക് പോകാൻ കഴിയുമോ? രക്ഷിതാക്കളുടെയും ആശങ്കയാണ്. ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിയമസഭയിലൊക്കെ ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെട്ട വിഷയമാണ്. അടുത്ത കാലത്ത് ശ്രീ സതീശൻ മുൻകൈയെടുത്ത് ഞങ്ങൾ നടത്തിയ UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്നത് ചെയ്യും എന്നുള്ളതിന് ഞങ്ങൾ നടത്തിയ തിരുവനന്തപുരത്തെ കോൺഫറൻസ്, കോൺഫറൻസ് ഒന്ന് ഇതായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് UDF നടത്താൻ പോകുന്ന പരിഷ്കാരങ്ങൾ. ഞാനതിന് വ്യക്തമായ ഉത്തരം പറയാം. കുട്ടികൾ പോകുന്നതിന് ഒറ്റക്കാരനാണ്. പണ്ടാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ലഭ്യമായ കോഴ്സുകളൊക്കെ ഡിഗ്രി എടുത്തും ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു. ഇന്ന് ലോകം മാറിക്കഴിഞ്ഞു, എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് കുട്ടികൾക്കറിയാം. അത് എവിടെ കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത്. പക്ഷെ എല്ലാവർക്കും പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണ്? അവിടെ കിട്ടുന്നത് ഇവിടെ കിട്ടിയേ പറ്റുള്ളൂ. അത് ഇവരുടെ അവകാശമാണ് ഒരു സംശയം. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഇന്നത്തെ നിലവാരത്തിൽ പോയാൽ പോരാ. നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ കാണില്ലേ, ക്യാമ്പസുകൾ അക്രമമൊക്കെ. കുട്ടികൾക്ക് അങ്ങോട്ട് അവിടെ പോയാൽ എന്താവും? ഞങ്ങളെ ഭാവി പോകുന്നുള്ള പേടിയാണ്. അതേപോലെ തന്നെ അവിടെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല. അതുകൊണ്ട് ഞങ്ങളെ കോൺഫറൻസിൽ വ്യക്തമായി ഞങ്ങളൊരു പദ്ധതി അതിന് തയ്യാറാക്കിയിട്ടുണ്ട്. ലോകം മുഴുവൻ പഠിക്കുന്ന കുട്ടികളുമായി ഞങ്ങളന്ന് ഇൻട്രാക്ട് ചെയ്തു, ഓൺലൈനായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അവിടെ പഠിക്കുന്ന കുട്ടികളുമായി ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്തു. ഇതേമാതിരി അനവധി ചോദ്യങ്ങൾ വന്നു. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ആശങ്ക മാറ്റും. സാധാരണക്കാർക്കൊക്കെ പഠിക്കാവുന്ന തരത്തിൽ ഇവിടെ അത് ലഭ്യമാക്കും എന്നാണുള്ള മറുപടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.